വീണ്ടും ഒരു ചരിത്ര സന്ധിയിലാണ് മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നത്. പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിനും സൈനിസ്റ്റ് ശക്തികളുടെ ക്രൂരമായ കടന്നാക്രമണങ്ങൾക്കും മുന്നിൽ വഴങ്ങാതെ ഉറച്ചു നിൽക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെയും പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെയും ധീരമായ പോരാട്ട വീര്യത്തിനാണ് പശ്ചിമേഷ്യൻ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി തുടരുന്ന ഈ അടിച്ചമർത്തലുകൾക്കും അക്രമങ്ങൾക്കും മറുപടിയായി ഇറാനും അവരുടെ സഖ്യസേനകളും നടത്തുന്ന ചെറുത്തുനിൽപ്പ് ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ താൽക്കാലികമായ ശാന്തത ദൃശ്യമായിരുന്നുവെങ്കിലും US ഭരണത്തിന്റെ വിനാശകരമായ തന്ത്രങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ കൈക്കലാക്കാനും മേഖലയിലെ സ്വതന്ത്ര രാജ്യങ്ങളെ തങ്ങളുടെ പാവകളാക്കി മാറ്റാനും ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടവും അവരുടെ ആജ്ഞാനുവർത്തിയായ ഇസ്രായേലും ചേർന്ന് പോരാട്ട വീര്യമുള്ള ജനതയെ അടിച്ചമർത്താൻ വീണ്ടും ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് പ്രതിരോധത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുകയാണ് ടെഹ്റാനും അവരുടെ പോരാളികളും. ഇറാഖിലെ അധിനിവേശ ശക്തികൾക്കെതിരെയും സാമ്രാജ്യത്വ നീക്കങ്ങൾക്കെതിരെയും നിരന്തരം പോരാടുന്ന ജനകീയ സായുധ സേനയായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന് നേരെ അമേരിക്കയും അവരുടെ പ്രാദേശിക പങ്കാളികളും ചേർന്ന് തികച്ചും ഏകപക്ഷീയവും ക്രൂരവുമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. മുൻപ് IS ഭീകരതയിൽ നിന്ന് ഇറാഖിനെ രക്ഷിക്കാൻ ജീവൻ തൃണവൽക്കരിച്ച് പോരാടിയ ധീരന്മാരായ ഷിയ പോരാളികളുടെ കേന്ദ്രങ്ങളായ നിനവയിലും റസയിലും ബോംബെറിഞ്ഞ് തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാഖി ജനതയുടെ പരമാധികാരത്തിനു മേലുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ പ്രതിരോധ സേനയെ കൂടുതൽ ശക്തമാക്കുകയേയുള്ളൂ. തങ്ങളുടെ മാതൃഭൂമിയെ വിദേശ ശക്തികൾക്ക് പണയം വെക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് PMF പോരാളികൾ. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക നടത്തുന്ന കുതന്ത്രങ്ങളിൽ ചില അയൽ രാജ്യങ്ങളും ചെന്നുപെടുന്നത് ഖേദകരമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം അയൽപക്കത്തെ സ്വതന്ത്ര പോരാളികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ സാമ്രാജ്യത്വത്തിന്റെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. തങ്ങളുടെ എണ്ണ സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ അമേരിക്കൻ കുടക്കീഴിൽ അഭയം തേടുന്നവർ മനസ്സിലാക്കേണ്ടത് മേഖലയിലെ യഥാർത്ഥ സമാധാനം എന്നത് വിദേശ സൈനിക താവളങ്ങളിലല്ല, മറിച്ച് പ്രാദേശികമായ പരസ്പര സഹകരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുക എന്നതാണ്. അതേസമയം ചെങ്കടലിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കപ്പലുകൾക്കും അവരുടെ എണ്ണക്കടത്തിനും തടയിട്ടുകൊണ്ട് യമനിലെ ഹൂതി പോരാളികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. തങ്ങളുടെ സ്വന്തം മണ്ണിൽ സൗദിയും അമേരിക്കയും വർഷങ്ങളോളം അഴിച്ചുവിട്ട ക്രൂരമായ ബോംബാക്രമണങ്ങളെയും പട്ടിണിയെയും അതിജീവിച്ച യമനിലെ ജനത ഇന്ന് പലസ്തീനിലെയും ഇറാഖിലെയും സഹോദരങ്ങൾക്കായി ആത്മാർത്ഥമായി നിലകൊള്ളുകയാണ്. ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെയുള്ള സയനിസ്റ്റ് അനുഭാവമുള്ള കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തി ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഹൂതികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹുദൈദ തുറമുഖത്തും സന വിമാനത്താവളത്തിലും അമേരിക്കൻ നിർമ്മിത ബോംബുകൾ വീഴുമ്പോഴും മാതൃഭൂമിയുടെയും ഇസ്ലാമിക ലോകത്തിന്റെയും അഭിമാനം സംരക്ഷിക്കാൻ അചഞ്ചലമായി നിലകൊള്ളുകയാണ് ഈ പോരാളികൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൈനിസ്റ്റ് ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹുവും വാഷിംഗ്ടണിൽ നടത്തുന്ന ഗൂഢാലോചനകൾ ഇറാനെ ഭയപ്പെടുത്താമെന്ന ധാരണയിലാണെങ്കിൽ അത് അവരുടെ തികഞ്ഞ തെറ്റായ കണക്കുകൂട്ടലുകളാണ്. കാര്യങ്ങളെ ഇത്രത്തോളം എത്തിക്കാൻ സാധിച്ചത് തന്നെ അമേരിക്കയുടെ ഈ വിവരമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. അമേരിക്ക ഇറാനെ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു 4 മാസക്കാലത്തിനിടയിൽ അമേരിക്ക കൃത്യമായി മനസ്സിലാക്കിയതാണ് ഇറാൻ എന്താണ് എന്നും അവരുടെ പിന്നിലുള്ള ശക്തി എന്താണ് എന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അമേരിക്ക ഈ തെറ്റായ കണക്കൂട്ടലുകളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇറാനെ ആണവായുധ ശേഷി കൈവരിക്കുന്നതിൽ നിന്ന് തടയണമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനകളും ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന തന്ത്രപരമായ പ്രതിരോധ നീക്കങ്ങളും വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്: പാശ്ചാത്യ ശക്തികളുടെ ഏത് അടിയന്തര ആക്രമണത്തിനും കനത്ത ഭാഷയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ ടെഹ്റാൻ സജ്ജമാണ് എന്ന കാര്യം. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ആര് കൈവച്ചാലും അവരെ അവരുടെ മണ്ണിൽ നേരിടാനുള്ള അത്യാധുനിക മിസൈൽ ശേഷിയും ഡ്രോൺ കരുത്തും ഇന്ന് ഇറാനുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ ഒരു വശത്ത് യുദ്ധം അടിച്ചേൽപ്പിക്കുമ്പോൾ നയതന്ത്ര രംഗത്തും ഇറാൻ തികഞ്ഞ പക്വതയാണ് കാണിക്കുന്നത്. യുക്രൈനുമായി കൈവന്ന തർക്കങ്ങൾ വളരെ വേഗത്തിൽ സംസാരിച്ചു പരിഹരിക്കാനും ആവശ്യമില്ലാത്ത സംഘർഷങ്ങളിലേക്ക് കടക്കാതിരിക്കാനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കാണിച്ച നയതന്ത്ര മിടുക്ക് ലോകത്തിനു മുന്നിൽ വലിയൊരു മാതൃകയാണ്.
പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാൻ ഒരു യുദ്ധക്കൊതിയുള്ള രാജ്യമല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സാമ്രാജ്യത്വ അധിനിവേശത്തിനെ ചെറുക്കാനും നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് ഈ നീക്കത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. വേണമെങ്കിൽ യുക്രൈനുമായി ഒരു യുദ്ധത്തിന് ഇറാൻ ഇപ്പോൾ സാധിക്കും. പക്ഷേ ഇറാന്റെ ഉദ്ദേശം യുദ്ധമല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുന്നവരെ ഒതുക്കുക എന്നത് മാത്രമാണ്. അത് ഈ നീക്കത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളും ആയുധക്ഷാമവും മറച്ചുവെച്ചാണ് അമേരിക്ക ലോകമെമ്പാടും യുദ്ധങ്ങൾ വ്യാപിപ്പിക്കുന്നത്. യുക്രൈന് നൽകിയ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും കൃത്യമായി എത്തിക്കാൻ കഴിയാതെ സ്വന്തം സൈനിക ശേഖരം കാലിയാകുന്ന അവസ്ഥയിലാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ഉള്ളത്. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളും ജനങ്ങളും വിദേശ യുദ്ധങ്ങളിൽ പണം പാഴാക്കുന്നതിനെതിരെ തെരുവിലിറങ്ങി കഴിഞ്ഞു. അമേരിക്കൻ സെനറ്റർമാരുടെ മരണാനന്തര ചടങ്ങിൽ പോലും രാഷ്ട്രീയ കച്ചവടത്തിനും യുദ്ധ പദ്ധതികൾക്കും ഉപയോഗിക്കുന്ന വൈറ്റ് ഹൗസിന്റെ നിലപാട് അവരുടെ രാഷ്ട്രീയ ജീർണതയാണ് കാണിക്കുന്നത്. മറുവശത്ത് പ്രകൃതി പോലും സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ഫോസിൽ ഇന്ധന ചൂഷണത്തിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് യൂറോപ്പിൽ കാണുന്നത്. സ്പെയിനിലും ഫ്രാൻസിലും വൻതോതിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയും കഠിനമായ ഉഷ്ണതരംഗവും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമ്പോൾ ലോകമെമ്പാടും ആയുധങ്ങൾ വിറ്റ് കോടികൾ കൊയ്യുന്ന പാശ്ചാത്യ ഭരണാധികാരികൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ സമയമില്ല. തങ്ങളുടെ സാമ്രാജ്യത്വ അഹങ്കാരത്തിൽ പ്രകൃതി പോലും ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ആഘാതമാണ് യൂറോപ്യൻ നഗരങ്ങളിൽ ഇന്ന് ദൃശ്യമാകുന്നത്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും തീർക്കുന്ന യുദ്ധഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം ജനതയുടെയും മേഖലയിലെ അടിച്ചമർത്തപ്പെട്ട മറ്റു രാജ്യങ്ങളുടെയും അവകാശങ്ങൾക്കായി പോരാടുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ കരുത്ത്. സ്വതന്ത്രവും അധിനിവേശമുക്തവുമായ ഒരു മിഡിൽ ഈസ്റ്റ് കെട്ടിപ്പടുക്കുന്നത് വരെ സാമ്രാജ്യത്വ ശക്തികളുടെ കറുത്ത കരങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ പോരാട്ടം കൂടുതൽ ഊർജ്ജത്തോടെ തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ ഉയർത്തുന്ന ചെറുത്തുനിൽപ്പ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് രൂപപ്പെട്ടു വന്നതല്ല. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ സാമ്രാജ്യത്വം ഈ രാജ്യത്തിന് അടിച്ചേൽപ്പിച്ച ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളെയും നയതന്ത്ര ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിച്ചാണ് ഇറാൻ ഈ നിലയിലേക്ക് വളർന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ എണ്ണ വ്യാപാരം, അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകളും തടസ്സപ്പെടുത്തിയപ്പോഴും പട്ടിണി കിടന്നും സ്വന്തം വിഭവങ്ങൾ കണ്ടെത്തിയും അവർ പിടിച്ചു നിന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ പുരോഗതിയെ തടയാൻ ഉദ്ദേശിച്ചുള്ളവയായിരുന്നു ഇവയെല്ലാം എങ്കിലും യഥാർത്ഥത്തിൽ അത് ആ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ചില ഈഗോ നമ്മളെ വളർത്താറുണ്ട് എന്ന്. അത്തരത്തിൽ ഒരു ഈഗോയാണ് ഇറാനെ വളർത്തിയത്. ഈഗോ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അവരെ വ്രണപ്പെടുത്തി അവരെ വളർത്തിയത് അമേരിക്കയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ കരുത്തും അതിന് വ്യക്തമായ ഉദാഹരണമാണ്. പുറത്തുനിന്ന് ഒരു ചെറു ആയുധം പോലും ഇറക്കുമതി ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് സ്വന്തം മണ്ണിലെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും വിശ്വസിച്ച് ഇറാൻ മുന്നേറി. അതായത് സ്വന്തം ജനതയെ ഇറാൻ വിശ്വസിച്ചു എന്ന് സാരം. ഇറാന്റെ മരുഭൂമികൾക്കടിയിലുള്ള രഹസ്യ തുരങ്കങ്ങളിൽ വികസിപ്പിച്ചു വന്ന ബാലിസ്റ്റിക് മിസൈലുകളും റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളും ഇന്ന് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക വിമാനങ്ങൾക്കോ ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കോ പൂർണ്ണമായും തടയാൻ കഴിയാത്ത രീതിയിലേക്ക് ഇറാന്റെ ആക്രമണശേഷി വളർന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇറാന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അവർ ഒരു വലിയ ചങ്ങല വികസിപ്പിച്ചു കഴിഞ്ഞു. ലെബനനിലെ ഹിസ്ബുള്ള, ഗസയിലെ പലസ്തീൻ പോരാളികൾ, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും ജനകീയ സായുധ സംഘങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ പ്രതിരോധ വലയം തീർക്കാൻ ഇറാന് സാധിച്ചു. അത് വെറും ഒരു ദിവസത്തെ പദ്ധതി കൊണ്ട് നടപ്പിലാക്കിയതല്ല. കാലങ്ങളായി ക്ഷമയോടെ കാത്തിരുന്ന് ഇറാൻ സാധിച്ചെടുത്തതാണ്. മേഖലയിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൈനികവും രാഷ്ട്രീയവുമായ കരുത്തു നൽകി സാമ്രാജ്യത്വ ശക്തികളെ തടഞ്ഞു നിർത്തുക എന്ന തന്ത്രമാണ് ഇറാൻ വിജയകരമായി ഇവിടെ നടപ്പിലാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തെ എങ്ങനെ വളർത്തണമെന്ന് അമേരിക്ക കാണിച്ചു തരികയായിരുന്നു. ഒന്നുമല്ലാതിരുന്നിടത്തു നിന്നും ലോകശക്തി എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ നെറുകയിൽ ഒരു അടി കൊടുക്കാൻ പാകത്തിന് ഇറാൻ വളർന്നുവെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അമേരിക്കയ്ക്കു തന്നെയാണ്.